സോ ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ശരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് എറണാകുളത്തിൽ നിന്ന് നാട്ടിലോട്ട് വന്ന വ്ളോഗായിരുന്നു. ആൻഡ് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരാഴ്ച എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ വന്ന സമയത്ത് തന്നെ ഇവിടെ ഓൾറെഡി പണിയൊക്കെ നടക്കുമായിരുന്നു വീടിൻ്റെ. അപ്പോൾ 9-ാം തീയതിയാണ് ചേട്ടൻ്റെ കല്യാണം വരുന്നത്. അപ്പോൾ വീടിൻ്റെ പണിയും തിരക്കും സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് മറ്റേ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കൂടി ഫീൽ ചെയ്യും. സോ വെൽക്കം ടു മൈ ഹോം ടൂർ വ്ളോഗ്. ഇന്നൊരു ഈസ്റ്റർ ഡേ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഒരു ഈസ്റ്റർ ഡേ ആണ്. ഇപ്പോൾ രാവിലെ എണീറ്റ് പള്ളിയിൽ പോകണമെന്നുണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല, ലേറ്റായി. എൻ്റെ തെറ്റാണ്. 7 മണിക്കായിട്ട് 6 മണിക്കായിരുന്നു പള്ളിയിൽ, കുറച്ച് ലേറ്റായി. അതിന് പള്ളി പോകാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ രാവിലെ എണീറ്റ് ഞാനിവിടെ അത്യാവശ്യം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലീനാക്കി. ചൂട് അതാണ് സഹിക്കാൻ പറ്റാത്ത. ഈ ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂട് ഒട്ടും പറ്റില്ല. ഞാൻ ഇപ്പം തന്നെ ഫുള്ള് വിയർത്തിട്ടിരിക്കുക. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. നമ്മുടെ ടെറസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ആയിരുന്നു കേട്ടോ. ഇതുവരെയാണ് നമ്മുടെ ടെറസ്. അപ്പോൾ നമ്മുടെ വീട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു, ഇങ്ങോട്ടൊരു റൂമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു. ആൻഡ് അതാണ് ഇത്രയും സ്ഥലം ഇങ്ങനെ. ഓക്കെ. ആൻഡ് പിന്നെ ഫസ്റ്റ് ചേഞ്ച് തന്നെ, നമ്മളെപ്പം വീട്ടിൽ വന്നാലും നമ്മുടെ കാറ് നമ്മൾ കാണുന്ന അവിടെയാണ് എപ്പോഴും കാർ ഇട്ടേക്കുന്നത്. അയ്യോ, എൻ്റെ വൈഡ് ആംഗിൾ ലെൻസ് മാറ്റിക്കോട്ടെ. യെസ്, അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത്. ആൻഡ് നമുക്ക് വണ്ടി ഇടാൻ അങ്ങനെ ഇല്ലല്ല. പിന്നെ ഞാൻ ഇവിടെ അമ്മാമ്മയുടെ വീട്ടിൽ ഇടുമായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ അപ്പച്ചൻ്റെ വീടാണ്. ഓക്കെ, മതിലൊക്കെ ഒന്ന് സെറ്റാക്കി കുറച്ച് വണ്ടി കയറുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നാണ് ഇവിടുത്തെ പണി കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് കയറും നോക്കാം വണ്ടി. കിച്ചു ഷൂട്ട് ചെയ്യുമല്ലോ. യു ആർ ദ ക്യാമറ മാൻ ഓഫ് ദ ഇന്ത്യ, കമോൺ. ഇത് എൻ്റെ പപ്പയുടെ അനിയൻ്റെ മകൻ. ഇല്ല ഇല്ല ഇല്ല, നീ ഒന്ന് നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഷൈ ആണ് എനിക്ക്. വീട്ടിൽ വരുമ്പോൾ വ്ളോഗ് എടുക്കാൻ ഭയങ്കര ഷൈ ആണ്. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഹോം ടൂർ. ഞാൻ വണ്ടി ഇടിച്ച് പൊളിച്ചും കയറ്റി വരണ രംഗങ്ങളായിരിക്കും കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. വളവിലാണ് ഇത് ഇരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അടിയട്ടാണ്ടിരുന്നാൽ മാത്രം മതിയായിരുന്നു, എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല. സ്പേസ് ഉണ്ടോ അവിടെ? കേറിയല്ലേ? യാ, ഇതായിരുന്നു എനിക്ക് ആവശ്യം. വീട്ടിൽ വരുമ്പോൾ വണ്ടി എപ്പോഴും പൊടിയും കൊണ്ട് റോഡിൽ കിടക്കുന്നത് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ കാണാൻ വേണ്ടിയിട്ട്. വണ്ടി ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഫുൾ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലൊരു ആനന്ദം കിട്ടും. എവിടെ നിന്നോ. ലെറ്റ്സ് ഗോ. ആ ഇല്ല അപ്പച്ച, ഇല്ലല്ലോ, കുഴപ്പമില്ല, സുഖമായിട്ട് വരും. അപ്പച്ചൻ താടി എടുത്താ. ദിസ് ഈസ് മൈ അപ്പച്ചൻ. പണ്ടത്തെ ജിംനാസി ആയിരുന്നു അപ്പച്ചൻ. ഹലോ പറ അപ്പച്ച, ഒരു ഹലോ പറ. ഹലോ ഹലോ അപ്പച്ചൻ, ഒരു 2 വാക്ക് പറ അപ്പച്ചന്റെ ചെറുമകനെ പറ്റി, എന്നെ പറ്റി 2 വാക്ക്. എന്റെ മക്കള് നല്ല കൊച്ചു മോനാണ്. കേറി അപ്പച്ച, കുഴപ്പമൊന്നുമില്ല. നമ്മളെ വണ്ടി പുറത്ത് കിടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കണ്ടോ, കാക്കകളൊക്കെ വന്ന് പണിയും. ഇത് കണ്ടോ, ഇത് ആരെങ്കിലും പല്ല് വെച്ചിട്ട് തുപ്പിയതാണോ? ഇതൊക്കെ എന്താ കണ്ടോ, ഇതൊക്കെ ഭയങ്കര സീനാണ്. സോ ഇനി ആ ബുദ്ധിമുട്ടില്ല. ഇനി നമ്മളെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വഴി നേരത്തെ ഭയങ്കര കുഞ്ഞു വഴിയായിരുന്നു, പക്ഷേ ഇപ്പം നമ്മുടെ വഴി വലുതാക്കി. കുറച്ച് ഒരു ബൈക്കൊക്കെ കയറി പോകുന്ന രീതിയിൽ നമുക്ക് സുഖമായിട്ട് നടന്നു പോകാം. നേരത്തെ ഭയങ്കര കുഞ്ഞു വഴിയായിരുന്നു, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതിനെ കുറച്ച് വൈഡാക്കി സെറ്റാക്കി. അപ്പച്ചനാണ് നമ്മളെ ഓൾ ഇൻ ഓൾ. പിന്നെ യെസ്, നമ്മുടെ വീട് നമ്മളിവിടെ ഗേറ്റൊക്കെ ഇട്ട് കോമ്പൗണ്ടൊക്കെ സെറ്റ് ചെയ്തു. കണ്ടോ ചേട്ടൻ്റെ ബൈക്കാ. ഇതാരാ ഇത് വിട്ടുവാണോ ഇത്? ഗൈസ്, നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മുടെ പഴയ വീടാണോ? ഇത് എന്തേലും മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ പഴയ വീട് ഈ വീടായിട്ട്? പിന്നെ അമ്മയുടെ മുകളിലിരുന്ന ചെടികളെല്ലാം നമ്മളിത് ഈ സൈഡിലാക്കി നമ്മുടെ തറ മൊത്തം ഇൻ്റർലോക്ക് ഇട്ടു. ആൻഡ് യാ, ഫൈനലി എനിക്കിത് ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര
മീൻസ് ഭയങ്കര ഒരു വണ്ടറായിരുന്നു. കാരണം പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഫുള്ളി ചേഞ്ചായി. ഇത് എനിക്ക് ഇത്രത്തോളം കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ലൈക്ക് വീട് ഫുള്ളി മാറി, ഫുൾ പെയിൻറ്റിങ്. പിന്നെ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്തു വീട്. അതായത് നമ്മുടെ ഈ ഗ്രില്ല് കണ്ടോ ഫ്രണ്ടത്തെ, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു റൂം എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ അതുപോലെ പെയിൻറ്റ് ചെയ്തു, ഫ്ലോർ ചെയ്തു. വീട്ടിൻ്റെ അകത്തോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹാളിൽ ഇതാരിത് അമ്മയ്ക്ക് എന്താ ഭയങ്കര നാണം. വീട്ടിൽ ഇങ്ങനെ വേഷത്തിലെടുത്ത് എന്താ കുഴപ്പം ഇവിടെ? ഇതെൻ്റെ ആൻറ്റിയാണ്. ആൻറ്റി ഹലോ പറഞ്ഞു. ആൻറ്റി ഹലോ. ഓക്കെ ഗൈസ്, ഇവിടെ ഹോളൊക്കെ ഫുൾ ചേഞ്ച് ചെയ്ത് ഇവിടെ നമ്മൾ സെറ്റാക്കി ഫുള്ള്. പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ ഡ്രീം കിച്ചൺ തന്നെ ചേട്ടൻ വെച്ച് കൊടുത്ത് സെറ്റാക്കി. യാ ഡയറക്റ്റ് അമ്മ വന്നിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താ എന്തൊക്കെയാണെന്ന്. ഒന്ന് വാ അമ്മ, ഇങ്ങനെ മടി കാണിക്കല്ലേ അമ്മ, ചക്കരയല്ലേ, എണീറ്റേ. ആണോ അമ്മയ്ക്ക് ഇതൊക്കെ? ഞാൻ കൂടി സഹായിക്കാം അമ്മേനെ. അത് എന്ത് കാര്യമെന്നറിയാം എല്ലാവർക്കും. എല്ലാവരും ചോദിക്കും അപ്പോൾ അമ്മയ്ക്ക് അമ്മ എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് ബേക്കറി വെച്ച് തന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് ആൾക്കാർ. അമ്മയ്ക്ക് ചില സമയത്ത് ഒരു പ്രത്യേകതരം നാണമാണ്. അമ്മ വേണ്ട, പപ്പയെ മതി, പപ്പയെ കിട്ടി. ബാ വീടൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് പരിചയപ്പെടുത്തി ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കോട്ടെ വീടിനെ പറ്റിയൊക്കെ. കൊടുക്കണം. പുതിയ വീട് വർഷക്കാലമായി, 27 വർഷം പഴക്കമുള്ള വീട് നമ്മൾ ഇന്ന് എല്ലാം പുതുക്കി പണി ചെയ്തു. അത്ര തന്നെ, അല്ല വേറെ തോന്നുന്നു. സന്തോഷമാണോ? ആ, എനിക്കിപ്പോൾ സന്തോഷമായി. മൂത്ത മോൻ്റെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒന്നും ഇതൊന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ ഇടിഞ്ഞങ്ങ് വീഴുമായിരുന്നു മൊത്തത്തിൽ തിരിഞ്ഞു നോക്കാതിരുന്നെങ്കിൽ. ഇളയവൻ്റെ വിവാഹമൊന്നും ഇപ്പം ഇല്ല. അമ്മ ഇവിടെ പോയി മുങ്ങി കേട്ടോ. അമ്മ പുതിയ കിച്ചൺ എങ്ങനെയുണ്ട് അമ്മ? അടിപൊളി, നന്നായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട അമ്മ വീടൊക്കെ? ഓ ഇഷ്ടപ്പെട്ടു. അടുത്തിന് എൻ്റെ ഇളയ മോൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞാൽ ഇളയ മോൻ കെട്ടില്ല, നിത്യ ബ്രഹ്മചാരി ആമോണ്. ഇതാണ് നമ്മുടെ അടുക്കള. അടുക്കളയൊക്കെ സ്റ്റോറേജൊക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം സെറ്റാക്കി. ഇതാണ് എൻ്റെ പി സി. ഇവിടെ ഞാൻ ഒരു 10-15 ദിവസം ഞാൻ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പി സി കൊണ്ടാണ് വന്നത്. ഇവിടെ നിന്നിട്ടാണ് ഞാനിപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ കുറച്ച് നമ്മുടെ ടോയ്സൊക്കെ അവിടെ നിന്ന് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമ്മുടെ ടോയ്സ് സംഭവങ്ങളൊക്കെ കൊണ്ടുവരണം. നമുക്കിവിടെ ഷോക്കേസ് ചെയ്യണം ഫുള്ള്. എന്നിട്ട് ഇവിടെ ഫുള്ള് നിറയ്ക്കണം എനിക്ക്. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 3-4 ദിവസം കൂടി, ഇല്ല 4, ഇനി ഒരു 5 ദിവസം കൂടി ഉള്ളൂ ചേട്ടൻ്റെ കല്യാണത്തിന്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ തിരക്കുകളും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ പോയിട്ട് ഞാൻ കുറച്ച് അടിപൊളി എൻ്റെ ഈ ലൊക്കാലിറ്റിയുടെയൊക്കെ നല്ലൊരു ഡ്രോൺ ഷോട്ട്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. പോയി കണ്ടിട്ടോ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ട്രാൻസിഷൻസ് കാണിച്ചു തരാം നമ്മുടെ പഴയ വീടിൻ്റെയും. പണ്ട് ഇവിടെ എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയോ? ഇതാണ് ചേട്ടൻ്റെ റൂം, എക്സ്റ്റെൻഡ് ചെയ്ത റൂം നമ്മൾ. ചേച്ചി, ഇതാണ് എൻ്റെ ചേച്ചി, പപ്പയുടെ ചേട്ടൻ്റെ മകൾ പറയൂ ചേച്ചി. പാട്ടൊക്കെ പാടും ചേച്ചി, ഒരു പാട്ട് പാടും. നാണോ പേര് പറ. ജിഷ. വീട് ഇവിടെ തന്നെ. അച്ഛൻ്റെ പേര്? എൻ്റെ അപ്പയുടെ പേര് പ്രേം സിംഗ് എന്നല്ലേ? ചേച്ചിയുടെ പേര് പറ. പ്രേംസൻ. അപ്പച്ചൻ്റെ പ്രശ്നം ഇതല്ല, അപ്പച്ച അറിഞ്ഞിട്ടതല്ലാരെയും. പ്രേംസൻ, പ്രേംലാൽ, അങ്ങനെ. എനിക്കൊന്നും പറയാനില്ല. വീട് ഫുള്ള് പണിഞ്ഞ ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു വീട് പണിയൊക്കെ? അടിപൊളി. ഇതെൻ്റെ അനിയത്തിയാണ്. 2-3 അനിയത്തി വരെ ഉള്ളൂ. അതിലൊന്ന് കെട്ടി. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? നാട്ടുകാരൊക്കെ അറിയട്ടെ, ചുമ്മാ പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോം ടൂർ. ഇതൊരു വെറൈറ്റി ഹോം ടൂറാണ്. കുറേ കാര്യങ്ങൾ മിസ്സൗട്ടായി പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പണി വരും. ഞാനിങ്ങനെ ബ്രേക്ക് എടുത്തിട്ടാണ് ഓരോ ഇത് ഷൂട്ട് ചെയ്യണേ. മിട്ടു, ഇതാണ് നമ്മുടെ മിട്ടുക്കുട്ടിക്ക് വയ്യ, മറ്റേ ടിക് ഫീവർ വന്നിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞു ഇപ്പം. അതുകൊണ്ട് ആൾക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവ സ്റ്റിൽ ബോർഡിങ്ങിൽ തന്നെയാണ്.
ഞാൻ ഇങ്ങോട്ട് ഇനിയിപ്പോൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല തിരക്കാവും. പിന്നെ ഇപ്പോൾ അവളെ വിളിച്ചിട്ട് വരാൻ പറ്റുന്ന ആ ഒരു ഇതല്ല. പക്ഷേ ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എറണാകുളം പോകും എന്തായാലും. കാരണം എനിക്കൊന്ന് മുടിയൊക്കെ വെട്ടണം, അനീഷൻ്റെ കടയിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് മറ്റന്നാൾ എറണാകുളത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവളെ പോയി കാണും ഞാൻ. അതാണ് ഇവയുടെ അപ്ഡേറ്റ്സ്. പക്ഷേ ഞാൻ ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഇവയെ ഞാൻ എന്തായാലും കൊണ്ടുവരും. ഇവയ്ക്കിപ്പം പണ്ടത്തെ പോലെ പണ്ട് നമുക്ക് ഈ കോമ്പൗണ്ട് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇവനെ കൊണ്ടുവന്നാലും അഴിച്ചുവിടാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇവയ്ക്ക് സുഖമായിട്ട് ഇതിനകത്ത് അലമ്പി നടക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ഇവനെ കൊണ്ടുവരാം. അടുത്ത വർഷം തൊട്ട് നമ്മൾ ഇവയെ കൊണ്ടുവരും.